രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 40. മാൻ രൂപമെടുക്കാൻ രാവണൻ മാരീചനെ നിർബന്ധിക്കുന്ന കഥാഭാഗമാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. സീതയെ അപഹരിക്കുവാൻ തന്നെ സഹായിക്കണം എന്ന് രാവണൻ മാരീചനോട് അപേക്ഷിച്ചു. ഒരു ബന്ധുവിൻ്റെ കർത്തവ്യമനുസരിച്ച് ശ്രീരാമൻ്റെ മഹിമകൾ വർണ്ണിച്ച് സീതയെ അപഹരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിയാൻ മാരീചൻ രാവണനെ ഉപദേശിച്ചു. ശ്രീരാമന് അപ്രിയമായ യാതൊരു പ്രവൃത്തിയിലും താൻ കൂട്ടുനിൽക്കുകയില്ല എന്ന് മാരീചൻ രാവണനോട് പറഞ്ഞു. ഇതുവരെയുള്ള കഥാഭാഗം നാം കേട്ടുകഴിഞ്ഞു. മരിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യന് യാതൊരു ഔഷധവും ഏശാത്തതുപോലെ മാരീചൻ്റെ യുക്തിപൂർണമായ വാക്കുകൾ രാവണൻ്റെ മനസ്സിന് യാതൊരു പരിവർത്തനവും ഉണ്ടാക്കിയില്ല. രാവണൻ പറഞ്ഞു, ഹേ മാരീച, എന്നോട് പറയാൻ അർഹതയില്ലാത്ത വാക്കുകൾ പറഞ്ഞത് വെറുതെ സമയം കളയാനാണ്. നനവില്ലാതെ വരണ്ടു കിടക്കുന്ന മണലിൽ വിത്ത് വിതച്ചിട്ട് എന്താണ് കാര്യം? മഹാപാപിയും മഹാമൂർഖനും വിശേഷിച്ച് മനുഷ്യനുമായ രാമനോട് ഞാൻ യുദ്ധത്തിന് തയ്യാറാവുകയോ? ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ഉടനടി ബന്ധുക്കളെയും രാജ്യത്തെയും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്നവനാണ് അവൻ. യുദ്ധത്തിൽ ഖരനെ കൊന്ന അവൻ്റെ പ്രിയതമയായ സീതയെ അങ്ങയുടെ സഹായത്തോടെ അപഹരിക്കാൻ ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ദേവന്മാർക്കോ അസുരന്മാർക്കോ എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല. ഈ കാര്യനിശ്ചയത്തിലെ അപായമോ ഉപായമോ ഗുണമോ ദോഷമോ ചോദിച്ചെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി. സ്വന്തം നന്മ നോക്കുന്ന ബുദ്ധിയുള്ള സജീവൻ ചോദിച്ചാൽ കൂപ്പ് കയ്യോടെ വേണം ഉത്തരം പറയാൻ. ഹിതവും നല്ലതുമായ വാക്കാണെങ്കിൽ കൂടി തക്ക മര്യാദയോടും ഇഷ്ടത്തിന് വിരോധം വരാതെയും ബോധിപ്പിക്കണം. ഹിതമായ കാര്യമാണെങ്കിലും തനിക്കെല്ലാം അറിയാം എന്ന അഹങ്കാരത്തോടെ പറഞ്ഞാൽ അഭിമാനികളായ രാജാക്കന്മാർ അതിനെ ആദരിക്കുകയില്ല. മഹാപരാക്രമികളായ രാജാക്കന്മാർ അഗ്നിയുടെയും ഇന്ദ്രൻ്റെയും സോമൻ്റെയും വരുണൻ്റെയും യമൻ്റെയും രൂപങ്ങൾ ധരിക്കുന്നു. അതുകൊണ്ടാണ് രാജാക്കന്മാർ തീക്ഷ്ണത, പരാക്രമം, സൗമ്യത, ദയ, ദുഷ്ടനിഗ്രഹം എന്നീ ഗുണങ്ങളെ ധരിക്കുന്നത്. അതിനാൽ രാജാക്കന്മാർ എല്ലാ അവസ്ഥകളിലും പൂജിക്കപ്പെടേണ്ടവരാണ്. നീ ധർമ്മമറിയാതെ അറിവില്ലായ്മ കൊണ്ട് നിൻ്റെ അടുത്തു വന്ന എന്നോട് ഇത്തരത്തിൽ ധിക്കാരം പറയുന്നുവോ? ഗുണദോഷങ്ങളെക്കുറിച്ചോ ക്ഷേമം എന്താണ് എന്നതിനെക്കുറിച്ചോ ഞാൻ ചോദിച്ചില്ല. ഏറ്റവും മഹത്തായ ഒരു കാര്യത്തിനാണ് ഞാൻ പുറപ്പെട്ടിട്ടുള്ളത്. അതിന് അങ്ങ് സഹായിക്കണം. ചെയ്യേണ്ടത് എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കാം. ശ്രദ്ധിക്കൂ. അങ്ങ് വെള്ളിപ്പുള്ളികൾ ഉള്ള ഭംഗിയേറിയ ഒരു പൊന്മാനായിത്തീരുക. രാമൻ്റെ ആശ്രമ സമീപത്തിൽ സീത കാണത്തക്ക വിധം മന്ദം മന്ദം സഞ്ചരിക്കുക. മായാമൃഗത്തെ കണ്ടാൽ മൈഥിലി തീർച്ചയായും ഭ്രമിക്കും. അതിനെ പിടിച്ചു തരണം എന്ന് സീത അഭ്യർത്ഥിക്കും. രാമൻ അങ്ങയെ പിന്തുടരും. ആശ്രമത്തിൽ നിന്ന് ദൂരെ എത്തിയാൽ ഹാ ലക്ഷ്മണ, ഹാ സീതേ എന്നിങ്ങനെ രാഘവൻ്റെ ദയനീയ ശബ്ദത്തിൽ വിളിച്ച് നിലവിളിക്കണം. അത് കേട്ട് ഹൃദയം പിടച്ച ലക്ഷ്മണൻ സീതയുടെ നിർദ്ദേശപ്രകാരം തന്നെ പർണശാലയിൽ നിന്ന് പുറത്തോട്ട് പോകും. അവർ രണ്ടുപേരും ആശ്രമം വിട്ട് സീത തനിച്ചായിരിക്കുമ്പോൾ ഇന്ദ്രൻ ശചീദേവിയെ എന്ന പോലെ നാം അപഹരിച്ചു കൊണ്ടുപോരാം.
അങ്ങ് ഇത്ര മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതുള്ളൂ. പിന്നീട് ഇഷ്ടം പോലെ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കൊള്ളൂ. മാരീച, ഈ നല്ല കാര്യം ചെയ്യുന്നത് വെറുതെ വേണ്ട. നമ്മുടെ മഹാരാജ്യത്തിൻ്റെ പകുതിയും നാം അങ്ങയ്ക്ക് തരും. താമസിക്കേണ്ട, പുറപ്പെടൂ. അങ്ങയുടെ പിന്നിലായി തേരിൽ കയറിയ നാം ദണ്ഡകവനത്തിലേക്ക് വരുന്നുണ്ട്. യുദ്ധമൊന്നും കൂടാതെ തന്നെ ചെറിയൊരു വഞ്ചന കൊണ്ട് സീതയെയും കൈക്കലാക്കിയ നാം ലങ്കാ രാജധാനിയിലേക്ക് സസുഖം എത്തും. ഹേ മാരീച, എൻ്റെ ഈ കൽപ്പന അനുസരിക്കാതിരുന്നാൽ അങ്ങയുടെ ജീവിതം ഇതാ അവസാനിക്കുകയായി. ചെയ്യുവാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ കൂടി രാജകൽപ്പന അനുസരിക്കേണ്ടത് ഒരു പ്രജയുടെ കടമയല്ലേ? ഈ കാര്യത്തിൽ എതിർക്കുന്നത് ദുഃഖജനകമായിരിക്കും. നമ്മുടെ ആജ്ഞ അനുസരിച്ചാൽ ഇനിയും സസുഖം യഥേഷ്ടം ജീവിക്കാം. ഇടഞ്ഞാൽ ഒന്ന് തീർച്ചയാണ്, മരണം. ഇനി അങ്ങയുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് എന്തു വേണം എന്ന് നിശ്ചയിക്കാം. അതിനുള്ള കഴിവ് അങ്ങയ്ക്കുണ്ടല്ലോ. 40-ാം സർഗം ഇവിടെ അവസാനിക്കുന്നു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.